സബ്ജി സോയാബീൻ. ഇവിടെ ചോറ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മുട്ട ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമസ്തേ ഗൈസ്. ഇന്നലെ ഇവിടെ ആട്ടോ ടെൻ്റ് അടിച്ചിരുന്നത്. അപ്പം ഇന്നലെ വന്ന വഴി ഒന്ന് വെള്ളത്തിലിറങ്ങിയതാ, കല്ലേം തെന്നിപ്പോയതാ. ഏകദേശം ഈ ഭാഗം വരെ വെള്ളം മുങ്ങി, ഷൂ മൊത്തത്തിൽ നനഞ്ഞായിരുന്നു ഇന്നലെ. എന്നിട്ട് ഇന്നലെ ബാഗിൻ്റെ പുറകിൽ സോക്സും, അതായത് 3 സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. 3 സോക്സ് നനഞ്ഞിട്ട് ബാഗിൻ്റെ പുറകിൽ മുക്കിയിട്ടേക്കുമായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ കുറച്ച് വെയിൽ വന്നപ്പോൾ ഷൂ ഇവിടെ വെച്ച് ഷൂ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അപ്പർ സിൻവ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പർ സിൻവയും ലോവർ സിൻവയും. ലോവർ സിൻവ താഴെയാണ്, അപ്പർ സിൻവ ഇതാണ്. ഇവിടെ നമുക്കിനി അടുത്ത് പോകാനുള്ളത് ബാംബു വില്ലേജിലേക്കാണ്. ഫുള്ള് ഡൗൺ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. അവിടുന്ന് പിന്നെ മറ്റേ വേറൊരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ടേക്ക് 4-5 മണിക്കൂർ എടുക്കും. അത് ഇവർ പറയുന്നത് നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കിന് 7 to 8 വരും ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല അങ്ങോട്ട്. ഇന്ന് അവിടെ ബാംബുവിൽ വെയിറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പം ഇനി ഷൂ ഒക്കെ ഇട്ടിട്ട് പയ്യെ നടക്കാൻ തുടങ്ങണം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ബാഗ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇറങ്ങി എഴുന്നേറ്റ് ഇപ്പോഴാട്ടാ. എഴുന്നേറ്റായിരുന്നു, പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ. നമുക്ക് ഐസ് വീണ് കിടക്കുന്നത്, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. സൂര്യൻ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഓർത്തിരുന്നോ. അതാ നോക്കി ഇപ്പോഴാണ് ആ മലയുടെ പുറകിൽ നിന്ന് പൊങ്ങി വന്നത്. ഇനി ടെൻ്റൊക്കെ ഉണങ്ങിയിട്ട് വേണം പയ്യെ പോവാനായിട്ട്. ബാംബു വില്ലേജ് മാക്സിമം പോവാ കേട്ടോ, പറ്റത്തില്ല അല്ലെങ്കിൽ. അത് കുറച്ചുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-2.5 അങ്ങനെ എന്തോ 2-2.5 കിലോമീറ്റർ അങ്ങനെ എന്തോ. പക്ഷേ അത് ഫുള്ള് ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് ചെല്ലും. 1.5 മണിക്കൂറോ അങ്ങനെ എന്തോ മതിയായിരിക്കും. ഇന്ന് വലിയ ടഫ് കാണത്തില്ല. അതിനപ്പുറത്തോട്ടുള്ള വില്ലേജ് പിടിക്കണമെങ്കിൽ 4-5 മണിക്കൂർ എടുക്കും. അത് ഇന്നുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളത് ഇരുന്ന് ഒക്കെ പോകാൻ നേരത്ത് 5 മണിക്കൂർ, ചിലപ്പം 6, 7, 8 ഒക്കെ ആവും. അപ്പം ഇന്ന് ഇരുട്ടാകുന്നതിന് മുമ്പ് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പം നേരെ അങ്ങോട്ട് പോകുന്നില്ല. സാധനങ്ങളെല്ലാം പെറുക്കി സെറ്റ് ചെയ്ത് ഒരു അടിച്ച് മാറ്റി. ഇനി പറഞ്ഞോടെ ആ സാധനം ഉണക്കാനിട്ടൊക്കെ. അതിൻ്റെ ഷൂ ഇന്നലെ വെള്ളം കയറി, ഷൂ അപ്പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ചുമറങ്ങ് പിടിക്കായിരുന്നു. പക്ഷെ ഇത്രയും വെയിറ്റും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇത്ര എളുപ്പമല്ലായിരുന്നു. നമ്മൾ വൈകിയ റെസ്റ്റ് എടുത്ത് വന്നു. പിന്നെ മാക്സിമം വന്ന വഴി കുറെ വില്ലേജിലൊക്കെ കയറി, അങ്ങനെ കുറെ ടൈമുകൾ പോയി. മറ്റേ ഓക്സിജന്റെ മരുന്ന്, ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ മരുന്ന് ഇന്നലെ കഴിച്ചായിരുന്നു. ഇന്ന് കുഴപ്പം കാണത്തില്ല. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നടക്കാൻ പോവാ. കിരൺ കിരിയെ ഒറ്റയ്ക്ക് പൊങ്ങത്തില്ല കേട്ടോ. പുള്ളിയും കൂടെ ബാക്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് തരും, പൊക്കി തോളലോട്ട് കയറ്റാനായിട്ട്. പുള്ളിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. അപ്പം മേളിൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. അപ്പം എന്തേ ബാംബു വില്ലേജിലേക്കുള്ള നടത്തം തുടങ്ങിയിട്ടോ. ഇതുപോലെ ഓരോ ഹോം സ്റ്റേയുടെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ഇതൊക്കെ കടകളാണ്, അത്യാവശ്യം നല്ല റേറ്റിംഗ് കാണും എല്ലാത്തിനും. ഇപ്പം പ്രശ്നമില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 ദിവസമായിട്ടും നമ്മുടെ ഈ നാഗ പൊട്ടി ഇന്നലെ കുടിച്ച ഒരു ചായയുടെ 100 രൂപ മാത്രമാണ്. സ്റ്റേക്ക് ഫണ്ട് പോയിട്ടില്ല, അതേപോലെ ഫുഡിന് ഫണ്ട് പോയിട്ടില്ല. അത് തന്നെ വലിയ കാര്യമാണ്. ഇവിടെ ഓരോരുത്തർ പോർട്ടറും അതും ഇതുമൊക്കെ വെച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ നോക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാക്സിമം. പക്ഷേ നാളത്തെ ഇനി പണിയാ. ടെൻ്റ് അടിക്കാൻ ചിലപ്പോൾ ആൾക്കാർ സമ്മതിക്കത്തില്ല. അതുമല്ല നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പത്ത് ടെൻ്റ് അടി പോസിബിൾ അല്ല. ഇന്നലെ പ്രശ്നമില്ലായിരുന്നു. ഞാൻ സ്ലീപ്പിംഗ് ബാഗിനകത്തോട്ട് എൻ്റെ
20 ഡിഗ്രി ജാക്കറ്റ് എടുത്ത്, അല്ല -20 ഡിഗ്രി ജാക്കറ്റ് എടുത്ത് ഞാൻ അകത്ത് വെച്ചിട്ട് കാലെടുത്ത് അതിനകത്ത് വെച്ചിട്ട് ഞാൻ കിടന്നത്. മേളോട്ട് ഒരു സീനില്ല, കാലാണ് പ്രശ്നം. അങ്ങനെ കുറച്ച് നടന്ന് എന്റെ ചുറ്റിനും മരങ്ങളാട്ടോ, ഫുള്ള് മരം. ഈ കയറ്റെല്ലാം കയറി വന്നേ, ഈ മരം കണ്ടോ, മൊത്തം വളഞ്ഞ് മേലോട്ട് പോയേക്കുന്നേ. ഞാൻ അപ്പുറത്തോട്ട് വെറുതെ അല്ല, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ, ബാംബു വില്ലേജ്. പക്ഷേ ഇതേണ്ട, മൊത്തവും ബാംബു. പോകുന്ന വഴിയെല്ലാം ഇതേപോലെ ചെറിയ മുളകൾ കാണാം. അയ്യോ, ഇവിടെയുള്ള ഷെയർപാസ് കേട്ടോ, ഫ്ലൈവുഡ് ചുമന്നുകൊണ്ട് വരുന്നത്. 3, 4, 5, 6 ഉണ്ട് അതിനകത്ത്. പുള്ളിത്തെ അവിടെ നിൽക്കുന്നുണ്ട്. ഷെയർപാസ്. നമ്മൾ ഈ ബാഗും കൊണ്ട് കയറാൻ പാടുപെടുക. പുള്ളി कितना वजन होगा इसमें? बहुत वजन है। 70-80 किलो वजन है। बहुत ज्यादा हार्ड है, देखो बहुत हार्ड है। 10 तो आप दोस्तों 10 ഉണ്ട് കേട്ടോ അതിനകത്ത്. कितना ज्यादा 10 പൊക്കിക്കൊണ്ട് അങ്ങനെ പോകുന്നേ. ഷിന്റെ തീയോ मिलता है, जैसी बर्फेट भी है, क्योंकि बहुत ज्यादा मेहनत लगती है। ഇവിടെ ഫുള്ളും ചുറ്റിനും ബാംബൂസ് ആട്ടോ, നോക്കിയേ. അതുകൊണ്ട് ബാംബു വില്ലേജ് എന്ന് പേര് വരാൻ കാരണമെന്ന് എനിക്ക് തോന്നേ. വന്ന വഴി ഫുള്ള് ഇതുപോലെ ബാംബുവാ, അതായിരിക്കും ബാംബു വില്ലേജ്. കുറച്ചു നേരം അവിടെ നടക്കേണ്ട വരും ബാംബു വില്ലേജിലേക്ക്. നല്ല ഹെവി വെയിറ്റ് ആണ് ബാഗിനകത്ത്. സ്റ്റെപ്പ് കയറുമ്പോഴും ഉറപ്പം, താഴോട്ടുള്ള ഇറക്കമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പിസ്റ്റൽ മാച്ചാപ്പുച്ചേരി നിന്റെ കുറച്ചും കൂടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മടുക്കായിരിക്കും, ഫോണില് പാട്ടൊക്കെ വെച്ചോണ്ട് നടക്കുന്നേ. നടക്കണേ കേട്ടോ, നടക്കുക. ഇനി ഇവിടുന്ന് എങ്ങനെയും ബാമ്പു എത്തണം. പറ്റും, നമ്മൾ ട്രൈ ചെയ്യും മാക്സിമം. ധോവാൻ വില്ലേജ് എത്താൻ ട്രൈ ചെയ്യും. ധോവാൻ വില്ലേജ് എത്തിക്കഴിഞ്ഞാൽ നാളെ ആകുമ്പം ഹിമാലയ ഇപ്പോൾ പോയവര് സബ്മിറ്റ് കഴിഞ്ഞിട്ട് പോയവര് പറഞ്ഞു ഹിമാലയ എത്താൻ ഇച്ചിരി ടാസ്കാ, ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഷൂവും കാര്യങ്ങളൊക്കെ നനഞ്ഞുകൊണ്ട് ഉണങ്ങിയൊക്കെ വന്നപ്പം ഏകദേശം 12 മണിയായി ഇറങ്ങിയപ്പം. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. രാവിലെ ഇറങ്ങുമായിരുന്ന കുഴപ്പമില്ല, ഹിമാലയ പിടിക്കായിരുന്നു. ഹിമാലയ ധോവാനൊക്കെ നല്ല കയറ്റമായിരിക്കും. ഒരു ഇതിന്റെ അടിയിൽ കൂടെ ആട്ടോ പോകുന്നേ. ഇതൊക്കെ ഇളകിയിരിക്കുന്നേ, നോക്ക്. ഒത്തുനിന്നൊരു മരം വളർന്നേക്കുന്നത്. കുറച്ചുകൂടെ നടന്നു ഒരു പാലമുണ്ട്. വെള്ളം പോകുന്നു, ഒച്ച ഉണ്ട്. അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. കുറച്ചൊക്കെ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വാഷ്റൂമൊക്കെ കിട്ടും. നമുക്ക് അത്യാവശ്യം കുറച്ച് നടക്കേണ്ടി വരും. എപ്പോഴും കിട്ടത്തില്ലെങ്കിലും ഇടക്കിടക്ക് ഉണ്ട് ഇതുപോലെ. കുത്തനെയുള്ള ഇറക്കാൻ വന്നേക്കുന്നേ. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പം തന്നെ കാലം ചെറുതായിട്ട് അവിടെ തെന്നിയായിരുന്നു. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഒരാൾ ഫുൾ ഗ്യാസ് ഊറ്റിയായിട്ട് വരുന്നുണ്ട്. ഷെയർപാസ് അവർക്ക് പറ്റും കേട്ടോ, ഇത് എല്ലാ ദിവസം ചെയ്യുന്ന. तो पहाड़ों में सामान कुछ काफी कराते हैं। हेलो गाइस, कैसे हो?
योर काम योर तुम्हारा काम बहुत हार्ड है. हाँ പുള്ളി ഇവിടെ ഇരിക്കുന്നതല്ലോ പുള്ളി. देखो കയറി പോവാ. मेहनत करते हैं ये लोग ऊपर सामान लाने. कहाँ से आया? इंडिया से, राजस्थान. हाँ तो इतना मेहनत करते हैं, बहुत मेहनत वाला काम होता है ये. पहाड़ों पर सामान लाना ले जाने वाला. ഇവിടെ മൗണ്ടൻ ഡ്യൂ കിട്ടി കേട്ടോ. അത് കുപ്പിയെ നിറച്ച് കുതിര. വെള്ളം തീർന്നായിരുന്നു നമ്മളെ. അങ്ങോട്ട് ഒരു സംതിങ് വാട്ടർഫോൾസ് ആണോ ലേക്കാണോ എന്താണെന്ന് അറിയത്തില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട് താഴേന്ന്. താഴേക്ക് ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരമായിട്ട് ഫുൾ ഇറക്കുക ഉണ്ട്. അധികം റെസ്റ്റ് എടുക്കേണ്ട വരുന്നില്ല. കയറാനാ ടാസ്ക്. ഇറങ്ങുന്ന പെട്ടെന്ന് അങ്ങ് പോവും. ഓടി അങ്ങ് പോവായിരുന്നു. ഈ ഫ്രണ്ടിലത്തെ ബാഗ് ഇല്ലായിരുന്നെങ്കിൽ. ഈ ബാഗ് എൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പിൻ്റെ ഇതൊക്കെ മറയ്ക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ താവട്ടിറങ്ങുമ്പോൾ ആ സ്റ്റെപ്പ് കാണുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇനി കുറച്ച് നേരമുള്ള വഴി താഴേന്ന്. അങ്ങനെ ഏകദേശം 1.5 to 2 മണിക്കൂർ നടന്ന് ഈ ബാംബു വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാ മേളില്. അവിടെ ഇതെന്തോ സാധനം കേട്ടോ, എന്നാന്നറിയത്തില്ല. ഇതിനകത്ത് ഒരു കല്ലൊക്കെ ഇരിപ്പുണ്ട്. എന്താണ് നമ്മൾ അങ്ങോട്ട് എന്തോന്ന് നോക്കാൻ പോകുന്നില്ല. ഓ പൊക്കോണ്ടിരിക്കട്ടോ. ബാംബു വില്ലേജിലാ. നല്ല കുത്തനെ കയറ്റമെന്ന് പറഞ്ഞേ. കുഴപ്പമില്ല, റിസ്ക് എങ്കിൽ റിസ്ക് പോട്ടെ. ഇവിടെ ഉണ്ടല്ലോ 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റിന്റെ റേറ്റ് വെച്ചു 150 രൂപ. ശിൻ്റെ അമ്മോ, എന്താ റേറ്റ്. പോവാ ദോൻ വില്ലേജ് പോവാ. ബാക്കി അവിടെ ചെന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ നോക്കാം. വഴി പെടുവോന്ന് അറിയത്തില്ല. കിട്ടുന്ന നേരത്ത് ഇരുട്ടാവുകയാണെ കിട്ടുന്ന നേരത്ത് ടെൻ്റ് അടിക്കുവോ. കൂടെ ഉണ്ടായിരുന്ന മച്ചാനെ കാണുന്നില്ല കേട്ടോ. പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചങ്ങ് ചെന്ന് നോക്കി. പുള്ളി ഇനി വല്ലോ ആരെല്ലാം കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വന്നോളും പോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കുറച്ച് നേരം കേട്ടോ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട്. കുതിര അയാളെ കാണുന്നില്ല കേട്ടോ. പുള്ളി വന്നോളും പോ. ഏകദേശം 1 മണിക്കൂറായി കാട്ടിക്കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഓക്സിജൻ പ്രശ്നമുണ്ട്. ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആക്കണം. എനിക്ക് കംപ്ലീറ്റ് ആക്കും. ഞാൻ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം കണ്ടവരല്ല അവരൊക്കെ കുറേ നാളുകൊണ്ട് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തിട്ടാ വരുന്നെന്ന് പറഞ്ഞു. അതുമില്ല, അവരുടെ ലാറിൽ ഇത്ര വെയിറ്റും ഇല്ല. അവരെല്ലാം ജസ്റ്റ് ഒരു ചെറിയ അതിനകത്ത് ഡ്രസ്സ് മാത്രം എടുത്തോണ്ടാ വരുന്നേ. എന്നിട്ട് വില്ലേജുകളിൽ എല്ലാ വില്ലേജിലും സ്റ്റേ അടിച്ച് അങ്ങനെ പോകുന്നേ. അതുകൊണ്ടാ ഇത്രയും നേരം 1.5 മണിക്കൂറോളം ഇരുന്നു കേട്ടോ ഞാൻ. ഈ പുള്ളി ഭൂട്ടാനിൽ നിന്നാ. ഞാനിപ്പോൾ 1.5 മണിക്കൂറോളം ഇവിടെ ഇരുന്നിട്ടും പുള്ളിയെ കാണുന്നില്ല. ചുമ്മാ അങ്ങേരി ഉമ്മല്ലോക്കെ അതുവഴി ഇതുവഴി നടക്കും. എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തണം. അതാണ് പരിപാടി.
എന്നിട്ട് ജെറ്റിട്ടങ്ങ് പോകും. എന്നിട്ട് വഴി തെറ്റി ഏതെങ്കിലും വഴി കയറിപ്പോവും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. അതാ സംഭവം. ഇവിടെ ഒരു കുറേ പാറകൾ വെള്ള കളറാട്ടോ ഇവിടെ മൊത്തം. ഒരു ചെറിയ പാലമുണ്ട്. പാലത്തൊക്കെ നടക്കുന്നേ. മടുക്കും ഇരിക്കും. ചുറ്റും കാടാ. ഈ കാടിനും ഒരു ഭംഗിയുണ്ട്. കാട്ടിൽ നിന്ന് കേൾക്കുന്ന ഓരോ സൗണ്ടിനും ഒരു ഭംഗിയുണ്ട്. എന്താ ഒരാൾ വരുന്നുണ്ട്. ഹായ് ബ്രോ. हेलो ABC. ഓക്കെ. ici Doan village. Doan village. et toi Stay today. Doan village. ah bien ആ let's go ഇതേപോലുള്ള സ്റ്റെപ്പുകൾ വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഇരിക്കേണ്ടി വരും. രണ്ടോ മൂന്നോ വളവ് വളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. എന്നാലും മര്യാദയ്ക്ക് 5 മിനിറ്റോ 10 മിനിറ്റ് ഇരുന്നാലേ ഉള്ളൂ പിന്നെ മര്യാദയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെയൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, എന്തോ പുലിയോ എന്തിൻ്റെയോ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കൂടെയുള്ള അങ്ങോട്ട് തിരിച്ചു പോയോ അതോ പറയാൻ വരുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. എന്തായാലും എനിക്കിന്ന് ദുവാൻ വില്ലേജ് എത്തണം. പുള്ളി ചുമ്മാ ഷോ ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കും. തിരിച്ചു പോയല്ലോ ഇവിടം വരെ ഇത്ര നടന്നത്. ആ രണ്ടാമത്തെ ദിവസം നടന്നത്ര ഓർക്കുമ്പോഴത്തേക്കിന് ഇതൊക്കെ കുറച്ചുകൂടെ സിമ്പിളാ. Let's go far with this. You cannot see with this. You need this. Come. There's a monkey. ഓക്കെ ഷോ. Black and white. വാട്ട്? Black and white monkey. മങ്കി വേർ? You see? Langur. ഓക്കെ. Really tall. Zoom? Cannot zoom. No zoom. But put your bag. We go. You wanna go? You put your bag. Is. ട്രൈപോഡൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ സാധനത്തിന്റെ ഫോട്ടോ എന്തെങ്കിലും എടുക്കാൻ. അയ്യോ കാണുന്നില്ലല്ലോ. ആ അവിടെ ഇരിപ്പുണ്ട്. കുരങ്ങനാണോ എന്തോന്നറിയത്തില്ല. അതെ അതെ അതെ, ഫുള്ള് വൈറ്റ് കളർ കുരങ്ങൻ. തല ഫുള്ള് വൈറ്റ്. അതിൻ്റെ വാലിൻ്റെ നീളം കൊണ്ടോ ഒറ്റ താഴം വരെ. ട്രൈപോഡൊക്കെ എടുക്കുന്നുണ്ട്. Yes. Let's get good shot. Yeah. It's still the same place. Yes, still there. So I need to put. Look. Monkey. Look. Monkey. ഫുൾ വൈറ്റ് കളർ ഒരു സാധനം. ഇച്ചിരി റെയറാട്ടോ, ഇതെങ്ങനെ കാണാൻ പറ്റത്തില്ല. നല്ല അരയായി ഇപ്പം. ദുവാൻ വില്ലേജിലേക്ക് ഒരു 180 മീറ്ററും കൂടെ ഉള്ളൂ. പക്ഷെ അത് 180 കിലോമീറ്റർ പോലെയാ. ആരുമില്ല, പുള്ളീനെ കാണുന്നുമില്ല. പുള്ളി ഇതുവരെയും കണ്ടിട്ടില്ല. കുറച്ചും ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ റിങ് ചെയ്ത് പുള്ളി കോൾ എടുത്ത്, പക്ഷേ ഒന്നും സംസാരിച്ചില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എവിടെയാണോ അറിയത്തില്ല. എന്നാൽ അത് പുള്ളിയുടെ ഇരിക്കുന്ന NCL സിമ്മ് കൊള്ളത്തില്ല, റേഞ്ചൊന്നും ഇല്ല, ഫുൾ കട്ടായി പോവാ. എൻ്റെ നമസ്തേ ഉള്ളതുകൊണ്ട് എനിക്ക് റേഞ്ച് ഇപ്പോഴും ഇവിടെ ഈ എല്ലാം കിട്ടുന്നുണ്ട്. ഇതേ ദുവാൻ വില്ലേജ് എത്തി. ചെളി പിടിച്ച വഴിയാ ഇവിടെ. ഇന്നിവിടെ ക്യാമ്പ് ചെയ്യുക. ഹിമാലയ പിടിക്കാൻ ഓർത്തു, പക്ഷേ സമയം ഇത്രയായി. അത് പുള്ളിയെ കാണുന്നില്ല. പുള്ളീനെ എന്നെ തപ്പി ഇവിടെ എങ്ങാനും കാണുമെന്ന് ഓർത്ത് ഇങ്ങോട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ. ഇവിടെ NCL സിമ്മുണ്ടെന്ന് പറഞ്ഞേ,
അല്ല റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു ഒരു പുള്ളി ഇപ്പോൾ കണ്ട്. പുള്ളി പറഞ്ഞ് NCL ഇവിടെ റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. വെൽക്കം ടു ദവാൻ. ഗാഷ് ദേ 2340 ദൂരത്തിൽ കിടന്ന സിൻവ വില്ലേജ് എന്താ ഇപ്പം ബാമ്പുവും കഴിഞ്ഞ് ദുവാനിലെത്തിയിട്ടുണ്ട്. 2500 മീറ്റർ ദൂരത്തിലുള്ള ദുവാൻ വില്ലേജ്. ഇവിടുന്ന് ഹിമാലയ പിടിക്കാന്ന് ഓർത്ത, പക്ഷേ 2 മണിക്കൂറുണ്ട്. ഇപ്പം 5:15. അപ്പം ചെന്ന് കഴിഞ്ഞാൽ 7-7:30 കഴിയും. അതും കഴിയും, 8 ആകാൻ ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല, ടാസ്കാ. അതുകൊണ്ട് ദുവാനിൽ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. ബാഗിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. കാസിം ബായനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എന്തോ 200 രൂപ കൊടുത്തിട്ട് കുതിരപ്പുറത്തൊക്കെ കയറി വന്നേക്കുന്നത് നോക്ക്. ഇപ്പൊ എന്നെ ഇവിടുന്ന് താഴെ വിളിച്ച് എന്നിട്ട് വെറുതെ ഇവിടെ എത്തിയിട്ടുണ്ട്. ദുവാൻ വില്ലേജിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ദുവാൻ വില്ലേജിലുണ്ട്, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഇപ്പത്തേക്ക് വിളിച്ചോണ്ട് വന്ന വഴിയാ. ഈ ബാഗിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ ആ താഴെ ഒരു പുള്ളിയാണ്, പുള്ളിയോട് ചോദിച്ചു ഇവിടെ ക്യാമ്പ് ചെയ്തോട്ടേന്ന്. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. താഴെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അവിടെ ചോദിച്ചിട്ട് അവര് പറ്റൂല എന്നാ പറഞ്ഞേ. അതെ ഇവിടെ ടെറസ് സ്പേസ് മതി ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ഇപ്പൊ സമയം 5:05. ഇന്നലെ ഈ സമയത്തൊക്കെ എത്തിയത് അവിടെ. അപ്പം അധികം തണുപ്പ് വരുന്നതിന് മുമ്പേ പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. ഈ പുള്ളി ഇന്ന് മിസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ല എനിക്ക് മിസ്സാവുമെന്ന് തോന്നി, പക്ഷെ ആളെത്തി കേട്ടോ. എന്താ കുതിരപ്പുറത്തൊക്കെ പിടിച്ച് പുള്ളി ഇവിടെ എത്തി. ഈ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചായ ഇടാന്ന് വെച്ച് കണ്ടോ, കുറച്ച് പാൽപ്പൊടി കേട്ടോ. ഞാൻ ദേ ബാഗെല്ലാം അടുക്കി അതോട് വെക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. പുള്ളി ദേ ചായ ഉണ്ടാക്കും. ആ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിട്ട് വന്നാ തീ കൊളുത്താനായിട്ട്. അതെ ടെൻ്റ് അടിച്ച് നല്ല തണുപ്പുണ്ട്. ആണ് ടെൻ്റ് അടിക്കാൻ സ്ഥലം നിന്ന് ഫുൾ. ഓ നാം രാജേഷ്. രാജേഷ് ആണോ രാജാണ്? രാജ്. ഓക്കെ. തീ ഇടാനുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. കുറച്ച് പേപ്പറും കുറച്ച് ഇതൊക്കെ മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെറ്റ് ചെയ്യാനുള്ള മൂഡ് നോക്കുന്നുണ്ട്. സബ്ജി സോയാബീൻ ഇതെടുത്തോളം ഇത് വേസ്റ്റാ. എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെയിറ്റ് വെട്ടമായില്ലേ. അപ്പം എന്താ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. നോക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഞാൻ ദാ ഇവിടെ തീ ഇടാനുള്ള സെറ്റപ്പൊക്കെ ഇപ്പം ഇത് കാടാട്ടോ. അതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറി കുറേ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ അടുക്കിയിട്ടുണ്ട് കുറേ. ഇതൊക്കെ ഇവിടുത്തെ ഈ വീട്ടിലെ പുള്ളിയാട്ടോ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു നമ്മളോട്. ഈ സാധനമൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് അതിന് അതേ സമയം ദേ ഇവിടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീറ്റിട്ട് ബാക്കി പരിപാടി. നല്ല സീനാട്ടോ. ഇത് ഇത്ര ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാണാം. നല്ല ചൂടുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഇവിടെ എത്ര വരുമെന്ന് അറിയത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഇപ്പം തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമാധാനമായത്. അവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആയിക്കൂടെ പുക വരുന്നുണ്ട്. ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ ഇരിപ്പാണ്. ഇവിടെ ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു.
ചോറുണ്ടാക്കി കഴിഞ്ഞ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് this is creamy soybean. How? creamy soybean. മുട്ട ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നു, പക്ഷേ ഈ തീരടുത്തിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഭാഗ്യം എന്നീ തീയിട്ടത്, ഇല്ലെങ്കിൽ തീർന്നേന്. അപ്പം പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് അകത്ത് കയറാം. തണുപ്പാട്ടോ. ഉറങ്ങാൻ പോവാ. സാധനങ്ങളൊക്കെ പെറുക്കി ഫുള്ളി താഴെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ബൈ.